കിട്ടിയ സംഭവത്തിൽ CPM പാളയം ഏരിയ സെക്രട്ടറി വഞ്ചൂർ ബാബുവിനെ ഒന്നാം പ്രതിയാക്കി FIR. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായതിന് പിന്നാലെ ഇന്നലെ രാത്രിയാണ് വഞ്ചൂർ പോലീസ് CPM നേതാക്കളെ പ്രതി ചേർത്തത്. വഞ്ചൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇന്ന് കോടതിയിൽ ഹാജരാകും. സംഭവത്തിൽ CPM നേതാക്കൾക്ക് പോലീസ് നോട്ടീസും നൽകിയിട്ടുണ്ട്. നാളെ രാവിലെ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ ചേരുന്നു. അരുൺ, ഹൈക്കോടതി ഈ വിഷയത്തിൽ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചതാണ്. അതിനുശേഷം മാത്രമാണ് പോലീസ് CPM നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ പോലും തയ്യാറായത്. നാളെ സ്റ്റേഷനിൽ ഈ ചോദ്യം ചെയ്യാൻ ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ CPM നേതാക്കളുടെ പ്രതികരണം എന്താണ്? CPMന്റെ പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായാണ് വഞ്ചൂരിൽ കോടതിക്ക് സമീപമുള്ള വഞ്ചൂർ ജംഗ്ഷനിൽ റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും സ്റ്റേജ് കെട്ടി അടച്ചത്. അവിടെ നാടകം നടത്തി CPMന്റെ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം നടത്തി. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായിരുന്നു. അന്ന് രാവിലെ മുതൽ ആ ജംഗ്ഷൻ വളരെ പ്രത്യേകതയുള്ള ജംഗ്ഷനാണ്. കാരണം 3 സ്കൂളുകളിലേക്കുള്ള വഴിയാണ്. അവിടെ നിന്ന് കുറച്ചു മാറിയാൽ പാറ്റൂർ വഴി എയർപോർട്ടിലേക്കുള്ള റോഡിലേക്ക് ചെല്ലുന്ന സ്ഥലമാണ്. കിഴക്കേക്കോട്ടയിലേക്കുള്ള പ്രധാനപ്പെട്ട പാതകളിൽ ഒന്നാണ്. അത്തരത്തിൽ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഒന്ന് അതാണ് വഞ്ചൂർ കോടതിക്ക് സമീപം. അതൊരു പ്രവൃത്തി ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ കോടതിയുള്ള ദിവസമാണ്. പല ജഡ്ജിമാരും മജിസ്ട്രേറ്റുമാരും ഒക്കെ വന്നിട്ട് രാവിലെ പെട്ടെന്ന് വരുമ്പോൾ റോഡ് അടഞ്ഞു കിടക്കുന്നു. അവർ വഴിമാറി പോകേണ്ട സാഹചര്യമുണ്ടായി. സ്കൂളുകളിലേക്ക് പോകേണ്ട കുട്ടികൾ വളരെയധികം ബുദ്ധിമുട്ടി. വലിയ ഗതാഗത കുരുക്ക് പ്രദേശത്തുണ്ടായി. ഒരു ദിവസം മുഴുവൻ, ഒരു പകലും ഒരു രാത്രിയും മുഴുവനും ആ അവസ്ഥയിലായിരുന്നു ആ റോഡ് ഉണ്ടായിരുന്നത്. ഒരു വശത്തുകൂടി മാത്രം ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെതായ എല്ലാ തിരക്കും ആ ഭാഗത്തുണ്ടായി. അന്ന് CPM അതിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നിരുന്നു. പോലീസ് സ്റ്റേഷന് മുൻപിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വഞ്ചൂർ പോലീസ് സ്റ്റേഷനും നേരെ മുൻവശത്താണ്, എതിർവശത്താണ് ഈ സ്റ്റേജ് എന്നത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ പോലീസ് ഒരു വശത്ത് കാവൽ നിന്ന് ഗതാഗതം തിരിച്ചുവിട്ടു. ഇതുവഴി യാത്ര അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് അങ്ങനെ ഈ നിയമലംഘനത്തിന് കൂട്ടുനിന്നു. അന്ന് രാത്രി ഈ വാർത്ത ആയി വിവാദമായ ശേഷമാണ് പോലീസ് അന്നൊരു FIR, കണ്ടാലറിയാവുന്ന 500ഓളം പേർക്കെതിരെ FIR ഇടാൻ തയ്യാറായത്. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു. ഇന്നലെ ഹൈക്കോടതിയിൽ ഈ കേസ് വരുമ്പോഴാണ് കോടതി അതിരൂക്ഷമായ വിമർശനം പോലീസിനും അതുപോലെ തന്നെ CPMനുമെതിരെ ഉന്നയിച്ചത്. അതിനുശേഷമാണ് ഇന്നലെ വൈകിട്ടോടുകൂടി, രാത്രിയോടുകൂടി ഈ നേരത്തെ 500ഓളം പേർക്കെതിരെ ഇട്ട FIRൽ ആളുകളെ പ്രതി ചേർത്തത്. CPMന്റെ പാളയം ഏരിയ സെക്രട്ടറി വഞ്ചൂർ P ബാബു ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തത്. 31 പേരാണ് കേസിൽ പ്രതികൾ. അതിൽ CPMന്റെ വഞ്ചൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ എല്ലാമുണ്ട്. ഈ പന്തൽ കെട്ടിയ പന്തൽ നടത്തിപ്പുകാരുണ്ട്, ആ കമ്പനിയുണ്ട്, അവരെ ഇതിൽ പ്രതി ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ രാത്രിയോട് കൂടിയാണ് എല്ലാവരെയും പ്രതി ചേർത്തത്. ആ പ്രതി ചേർക്കാൻ കാരണം ഹൈക്കോടതിയുടെ ഇടപെടൽ തന്നെയാണ്. ഹൈക്കോടതി രൂക്ഷ വിമർശനം CPMനും പോലീസിനുമെതിരെ ഉന്നയിച്ചിരുന്നു. എന്ത് നടപടിയാണ് എടുത്തതെന്ന് നേരിട്ട് ഹാജരായി വിശദീകരിക്കാൻ വഞ്ചൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസറോട്, സർക്കിൾ ഇൻസ്പെക്ടറോട് കോടതി നിർദ്ദേശിച്ചു. അതിനെ തുടർന്നാണ് ഇന്ന് കോടതിയിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് ഇന്നലെ ഈ ഒരു കേസ് പ്രതികളെ ചേർത്ത് FIR ഇട്ട് പോലീസ് മുഖം രക്ഷിക്കാൻ ശ്രമിച്ചു. മുഖം രക്ഷിക്കുക മാത്രമല്ല, സ്വന്തം തടി രക്ഷിക്കുകയാണെന്ന് കൂടി പറയണം. കാരണം കോടതിയിൽ ഹാജരാകുമ്പോൾ അതിരൂക്ഷമായ വിമർശനം അവിടെ നിന്ന് വീണ്ടും ഉണ്ടാകാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ ചെയ്ത നടപടികൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പേരിന് ഒരു കേസെടുത്ത് പ്രതി ചേർത്ത് പോലീസ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അതിനുശേഷമാണ് CPM നേതാക്കൾക്ക് നോട്ടീസ് അയച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ നാളെ രാവിലെ 10 മണിക്ക് ഹാജരാകാനാണ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് വഞ്ചൂർ പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അങ്ങനെ വലിയൊരു നിയമലംഘനം. ഈ പാതയോരങ്ങളിൽ സമ്മേളനങ്ങളും പൊതുയോഗങ്ങളും നടത്താൻ പാടില്ല എന്ന ഹൈക്കോടതിയുടെ ഉത്തരവുള്ളപ്പോഴാണ് ഈ രീതിയിലുള്ള നടപടി CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 31 പേരെ പ്രതി ചേർത്ത് കേസെടുത്തിട്ടുണ്ട്. ഏതൊക്കെ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് അരുൺ? തലസ്ഥാനത്ത് റോഡ് കയ്യേറിയുള്ള പൊതുയോഗങ്ങളും പൊതുപരിപാടികളും സമരങ്ങളുമൊന്നും പുതുമയല്ല. അത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലും രാജ്ഭവന്റെ മുന്നിലുമൊക്കെ ദിവസവും കാണുന്നതാണ്. ഇന്നും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അത്തരത്തിലൊരു സമരം, ഇന്നലെ ആരംഭിച്ചൊരു സമരം, അത് പൂർണ്ണമായും ഒരു വശത്തേക്കുള്ള റോഡ് കെട്ടിയടയ്ക്കുകയല്ല. ജോയിന്റ് കൗൺസിൽ, CPIയുടെ സർവീസ് സംഘടന ജോയിന്റ് കൗൺസിലാണ് സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത്. അത് ഒരു സ്റ്റാച്യുവിൽ നിന്ന് ഈസ്റ്റ് റോഡിലേക്കുള്ള MG റോഡിൻ്റെ ഒരു ഭാഗത്തെ കുറച്ച് ഭാഗം മാത്രം അവർ കെട്ടിയടച്ച് അവിടെ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നു. അവിടെ ഗതാഗത തടസ്സമുണ്ട് പൂർണ്ണമായി.
പൂർണ്ണമായും മുടങ്ങിയിട്ടില്ല. ഇന്ന് രാജ്ഭവനിലേക്ക് മുസ്ലിം സംഘടനയുടെ മാർച്ച് ഉണ്ടായിരുന്നു. ഇന്നലെ KPMSന്റെ മാർച്ച് ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്ഭവനിലും അത്തരത്തിൽ ഫുട്പാത്തും റോഡും കയ്യേറി തന്നെയാണ് സ്റ്റേജ് നിർമ്മിക്കുന്നത്. പക്ഷേ വഞ്ചൂരിൽ സംഭവിച്ചത് പൂർണ്ണമായും ഒരു വശത്തേക്കുള്ള റോഡ് കെട്ടിയടയ്ക്കുകയായിരുന്നു. അതാണ് ഇത്രയധികം വിവാദമായത്. കോടതിക്ക് തൊട്ട് മുൻവശമാണ്, പോലീസ് സ്റ്റേഷൻ മുൻവശമാണ്. അവിടെയാണ് അത്രയധികം പ്രശ്നങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകാൻ ഇടയായത്. ഇന്ന് ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുന്നത് ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും റോഡ് കയ്യേറിയതിനും പൊതുഗതാഗതം തടഞ്ഞുകൊണ്ട് സ്റ്റേജ് കെട്ടിയതിനും ഒക്കെ കേസെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ബെയിലബിൾ കുറ്റകൃത്യങ്ങളാണ്. പക്ഷേ നേരത്തേക്ക് ഒരു പെറ്റി കേസ് മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ കോടതിയിൽ അത് വിചാരണ നേരിടേണ്ടി വരും. അത്തരത്തിലുള്ള കേസായി മാറ്റിയിട്ടുണ്ട്. ഹൈക്കോടതി ഇടപെടുന്നത് അത്തരം ഒരു കേസായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് വിചാരണ നേരിടേണ്ടി വരും. നാളെ ചോദ്യം ചെയ്യാൻ ഹാജരാകേണ്ടി വരും. തലസ്ഥാനത്ത് ഒരു സ്ഥിരം സംഭവമാണ്. ഇത്രയധികം പൂർണ്ണമായും കെട്ടിയടക്കുന്നത് വളരെ അപൂർവമാണെങ്കിൽ പോലും ഈ സ്റ്റേജ് പൊതുസമ്മേളനങ്ങൾക്ക്, പൊതുയോഗങ്ങൾക്ക്, പ്രതിഷേധ പരിപാടികൾക്ക് ഗതാഗത സംവിധാനങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള രീതി തലസ്ഥാനത്ത് സ്ഥിരമുണ്ടാകുന്നതാണ്. ഇവിടെ കോടതിക്ക് മുമ്പിലാകുമ്പോഴാണ് ഇത് കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെട്ടത്. അന്ന് ജഡ്ജിമാർക്കും മജിസ്ട്രേറ്റുമാർക്കും ഒക്കെ വഴി തിരിഞ്ഞു പോകേണ്ടി വന്നു. അവർക്ക് അവിടേക്ക് എത്താൻ കഴിയാതെ, സമയത്ത് കോടതിയിൽ എത്താൻ കഴിയാതെ വഴിമാറി പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത്. CPM ഇത് ആദ്യഘട്ടം വളരെ ലഘുവായ ഒരു വിഷയമായി, സാധാരണ ഒരു സംഭവമായി എടുത്തെങ്കിലും കോടതി ഇടപെടലോടുകൂടി കാര്യങ്ങൾ മാറുകയായിരുന്നു. പിന്നീട് മാപ്പ് പറയാൻ CPM തയ്യാറായി. മാപ്പ് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പോലീസിനും ആദ്യമൊക്കെ കേസെടുക്കാതെ മുന്നോട്ട് പോയി, പിന്നീട് വാർത്തയാകുമ്പോൾ ഒരു FIR ഇടുന്നു. അതിലും ആരെയും പ്രതികരണത്തിനെ കണ്ടാൽ അറിയാവുന്നവർ എന്ന സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വിഷയം ഉണ്ടാകുമ്പോൾ കേസെടുക്കുന്നതിൽ മാത്രം ഒതുക്കി. പക്ഷേ ഇന്നലെ കോടതി വീണ്ടും ഈ വിഷയത്തിൽ കർശന നിലപാടെടുത്തോടുകൂടിയാണ് പോലീസിന് ഇത്തരത്തിൽ CPMന്റെ ഏരിയ സെക്രട്ടറിയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട്, ഏരിയ കമ്മിറ്റി അംഗങ്ങളെ കൂട്ടുപ്രതികളാക്കിക്കൊണ്ട് ഒരു കേസെടുക്കാൻ പോലീസ് നിർബന്ധിതമായത്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും ലംഘിച്ചുകൊണ്ടുള്ള CPMന്റെ നടപടി അധികാരത്തിൻ്റെ ഹുങ്ക് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ വിമർശനം ഉണ്ടായതിന് പിന്നാലെ തെറ്റുപറ്റി ഇനി ഇതുപോലുള്ള നടപടികൾ ആവർത്തിക്കില്ല എന്ന് CPM ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ്, ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം ഉണ്ടായതിന് പിന്നാലെയാണ് CPM നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ പോലീസും തയ്യാറായത്.